നമസ്കാരം. പ്രളയവും പ്രകൃതിക്ഷോഭവും എല്ലാവർക്കും ദുഃഖവും ദുരിതവുമാണ് സമ്മാനിക്കുന്നത്. പക്ഷേ ഇക്കുറിയുണ്ടായ പ്രളയം തിരുവല്ല കുറ്റൂർ തെങ്ങേലിൽ ദീപ്തി ഭവനിൽ സുരേഷ് പ്രിയ ദമ്പതികൾക്ക് വലിയൊരു സന്തോഷമാണ് സമ്മാനിച്ചത്. 1.5 മാസം മുൻപ് നഷ്ടപ്പെട്ടു പോയ ഒരു പവന്റെ സ്വർണ്ണ മോതിരമാണ് പ്രളയം അവർക്ക് തിരികെ നൽകിയത്. 1.5 മാസക്കാലം മുമ്പ് കാണാതെ പോയ ഈ മോതിരം, ഏകദേശം 1 പവനോളം വരുന്ന മോതിരം, ഇത് വീട് മുഴുവൻ അരിച്ച് പെറുക്കി നോക്കിയിട്ടും കണ്ടില്ല. ആ സമയത്താണ് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വെള്ളപ്പൊക്ക സമയത്ത് വീടിനകത്തെല്ലാം വെള്ളം കയറിയപ്പോൾ ഈ സാധനങ്ങളെല്ലാം, അതായത് ഷോൾഡർ ബാഗ് എടുത്ത് വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം മാറ്റി കുറ്റൂരെ വീട്ടിലേക്ക് മാറാൻ വേണ്ടി ഷോൾഡർ ബാഗ് എടുക്കുമ്പോൾ അവിടെ നിന്നാണ് എലി അടിപ്പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് നോക്കിയപ്പോൾ അതൊരു ഹാറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഈ ഹാറ്റിനുള്ളിൽ എലി കൂട് വെച്ച് പിസ്തയുടെ വേസ്റ്റും ബദാം പരിപ്പിൻ്റെ വേസ്റ്റും എല്ലാം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തൊന്നാണ് എലി കൂട് വെച്ചിരുന്നത്. ആ കൂട്ടിനകത്ത് നോക്കിയപ്പോൾ ഈ 1 പവൻ്റെ മോതിരം കിട്ടി. വെള്ളപ്പൊക്ക കാലത്ത് ഇപ്പം ഞങ്ങളുടെ LCD TV വരെ വെള്ളത്തിൽ പോയിരുന്നു. പക്ഷേ അതിലൊക്കെ സന്തോഷം വെച്ചാൽ ഈ 1 പവൻ്റെ ഒരു മോതിരം കിട്ടിയത് വളരെ സന്തോഷമായി പോയി. മോതിരം കൊണ്ടുപോയത് ഒരു എലിയാണ്. അക്കാര്യം പക്ഷേ പ്രിയയ്ക്കോ സുരേഷിനോ മനസ്സിലായില്ല. 1 ലക്ഷത്തിലധികം വില മതിക്കുന്ന സ്വർണ്ണ ഉരുപ്പടി എന്നേക്കുമായി നഷ്ടപ്പെട്ടുവെന്ന് തന്നെ അവർ കരുതി. 1-ാം നിലയിലെ കിടപ്പുമുറിയിലെ മേശപ്പുറത്ത് 1.5 മാസം മുമ്പാണ് പ്രിയ മോതിരം ഊരിവച്ചത്. പിന്നീട് കാലിന്റെ അസ്ഥിക്ക് പൊട്ടൽ സംഭവിച്ച പ്രിയ താഴത്തെ നിലയിൽ വിശ്രമത്തിലായിരുന്നു. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് മേശപ്പുറത്ത് വെച്ചിരുന്ന മോതിരം നഷ്ടമായ വിവരം സുരേഷ് കുമാറും പ്രിയയും അറിയുന്നത്. വീട്ടിലാകെ പരതിയെങ്കിലും മോതിരം ലഭിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് പ്രളയം ഉണ്ടായതും മോതിരം തിരികെ ലഭിച്ചതും. ഇക്കുറി പ്രളയജലം വീട്ടിൽ കയറിയപ്പോൾ വീട്ടുകാർ 1-ാം നില വൃത്തിയാക്കി. 1-ാം നിലയിലെ തട്ട് വൃത്തിയാക്കുമ്പോൾ അതിൻ്റെ മൂലയിൽ ഉപയോഗശൂന്യമായി കിടന്നിരുന്ന പനയോല കൊണ്ട് നിർമ്മിച്ച വട്ടത്തൊപ്പി കണ്ടു. ഇത് എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ തൊപ്പിക്ക് ഉള്ളിൽ നിന്നും എലി ചാടിപ്പോകുന്നത് സുരേഷിന്റെ മകൾ അഞ്ജന കണ്ടു. ഭയന്നുപോയ കുട്ടി നിലവിളിച്ചു. തൊപ്പി പരിശോധിച്ചപ്പോഴാണ് മോതിരം കിട്ടിയത്. തൊപ്പിക്കുള്ളിൽ പിസ്തയുടെയും ബദാം പരിപ്പിന്റെയും അവശിഷ്ടങ്ങളും ഉണ്ടായിരുന്നു. എന്തായാലും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ 1 ലക്ഷത്തിലധികം വിലമതിക്കുന്ന മോതിരം തിരികെ ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് കുടുംബം. ഞങ്ങള് വെള്ളം കയറി കഴിഞ്ഞു. ആദ്യമേ ഞങ്ങൾ മൂവ് ചെയ്യാൻ പ്ലാൻ ചെയ്തില്ല. പക്ഷെ നല്ലതായിട്ട് വെള്ളം കയറി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്കവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളെന്നാൽ ഇനി നെക്സ്റ്റ് അടുത്ത വീട്ടിലേക്ക് കുറ്റൂരേക്ക് മാറാൻ തീരുമാനിച്ചു. അപ്പം മാറണമെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ എടുക്കണം. അപ്പം ഞാനും പിള്ളേരും മാത്രമേ ഉള്ളൂ ആ സമയത്ത്. അപ്പം എന്നാൽ ആ സമയത്ത് ഹസ്ബൻഡ് പിന്നെ ഇച്ചിരി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഞങ്ങളെന്നാൽ ബാഗൊക്കെ എടുത്ത് മൂവ് ചെയ്യാം. അപ്പം അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞങ്ങൾ ബാഗിലോട്ട് എടുത്തു. ബാഗ് എടുക്കാൻ നേരമാണ് ഈ ഒരു എലി ചാടിപ്പോകുന്ന കണ്ടു. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യമേ പേടിച്ചു പോയി. അത് കഴിഞ്ഞ് പിന്നെ ബാക്കി ബാഗും ക്യാപ്പൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ച് പിസ്തയും നട്ടും ഷെൽസും എല്ലാം കൂടെ താഴെ വീഴുന്നു. ആ സമയത്ത് നോക്കുമ്പോഴാണ് ഒരു ഷൈനിങ് ആയിട്ടൊരു മെറ്റീരിയൽ അതിനകത്ത് കാണുന്നത്. അപ്പം നോക്കിയപ്പോൾ എൻ്റെ 1.5 മാസം കൊണ്ട് ഞാൻ മിസ് ചെയ്ത് കളഞ്ഞു പോയെന്ന് വിചാരിച്ചൊരു മോതിരമാണ് നമുക്ക് തിരിച്ച് കിട്ടിയത്. ആ മോതിരം കിട്ടിയപ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു സന്തോഷം, ഒന്നാമത് എൻ്റെ ബർത്ത് സ്റ്റോൺ ആയിരുന്നു. കഴിഞ്ഞ ഒരു 10-30 വർഷം കൊണ്ട് എൻ്റെ കയ്യിൽ കിടക്കുന്നൊരു സാധനമായിരുന്നു. അത് കിട്ടിയപ്പോൾ നമുക്കൊരു സന്തോഷമായിരുന്നു. ഇത്രയും സാധനങ്ങൾ, നമ്മുടെ ഒരു TV, ഫ്രിഡ്ജും മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു കൂട്ടത്തിൽ ഇത് മോതിരം കിട്ടിയപ്പോൾ നമുക്ക് നല്ലൊരു സന്തോഷമായിരുന്നു.